മൃദുല വാര്യരുണ്ട് ഇപ്പോൾ തത്സമയം ചേരുന്നുണ്ട്. മൃദുല വാര്യർ ഈ സ്ഥലത്ത് നേരത്തെ സന്ദർശനം നടത്തിയിരുന്നു. മൃദുല, വെരി ഗുഡ് മോർണിംഗ് മൃദുല. ഗുഡ് മോർണിംഗ് അരുൺ സർ. മൃദുല, എന്നാണ് നിങ്ങൾ പോയത്? ഇപ്പം ടെൻഷനൊക്കെ, ഒരു ചെറിയ ഈ വാർത്ത കേൾക്കുന്ന സമയത്ത് ഒരു ടെൻഷൻ ഉണ്ടാവുമല്ലോ, അതൊക്കെ മാറിയോ? തീർച്ചയായിട്ടും വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസ് തന്നെയാണ്. ഞങ്ങള് ഈ അറ്റാക്ക് ഉണ്ടാവുന്നതിന്റെ തലേ ദിവസമാണ് തിരിച്ച് എത്തിയത് നാട്ടില്. ഈ സ്ഥലത്ത് പോയി പഹൽഗാമിൽ പോയിട്ട് ബൈസറിലേക്ക് പോയിരുന്നോ? പഹൽഗാമിൽ പോയിരുന്നു, പക്ഷെ ഈ ബേസരൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ പോയിട്ടില്ല. പഹൽഗാമിൽ ഞങ്ങള് 3 സ്ഥലം, ABC വാലി എന്ന് പറയും, അതിൽ ബേതാബ് വാലി ഉണ്ട്, പിന്നെ ചന്ദൻവാരി, ചന്ദൻവാരി, അവിടെയൊക്കെ ഭയങ്കര സ്നോ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളാണ് ഈ 3 വാലീസും. അതിന്റെ അടുത്തായിട്ട് വരും ഈ പറഞ്ഞ അറ്റാക്ക് നടന്ന സ്ഥലം. വേണുഗോപാലും മൃദുലയും പിന്നെ കുടുംബവും ഒക്കെ ആയിട്ടാണ് പോയതല്ലേ? അല്ലല്ല, സാറ് വേറെ. ഞാൻ 2 ദിവസം മുമ്പ്, കഴിഞ്ഞ ദിവസമാണ് സാറും പോയിരുന്നു അവിടെ അറിയാൻ സാധിച്ചത്. പക്ഷെ ഞങ്ങൾ മീറ്റ് ചെയ്തിട്ടില്ല. ഞങ്ങൾ വേറെ ടൂർ പാക്കേജ് ആയിരുന്നു. ഞാൻ ഇവിടെ തൃശ്ശൂരിൽ നിന്നാണ് ഞങ്ങൾ പോയത്. ധാരാളം മലയാളികൾ ഉണ്ടായിരുന്നു ആ യാത്രയിൽ അല്ലേ? ധാരാളം മലയാളികൾ ഉണ്ടായിരുന്നു. മലയാളികൾ മാത്രമല്ല, അവിടെ പല ഭാഷകൾ സംസാരിക്കുന്ന ആളുകളെ കാണാൻ സാധിച്ചു. അത്രയും എനിക്ക് തോന്നുന്നു ഓരോ ടൂറിസ്റ്റ് സ്പോട്ടിലും ലക്ഷക്കണക്കിന് ആളുകളാണ് ഓരോ ദിവസവും അവിടെ വന്നു പോകുന്നത്, ഓരോ സ്ഥലത്തും. മൃദുല, യാത്രാനുഭവം ഒന്ന് പറയാമോ? പ്രത്യേകിച്ച് ഈ ഇത്തരം ട്രക്കിംഗ്, നേരത്തെ മൃദുല അങ്ങനെ ട്രക്ക് ചെയ്യുന്ന ആളാണോ? ട്രക്ക് ചെയ്യാൻ പോകുന്ന ഒരാളായിരുന്നോ? ട്രക്കിംഗ് യൂഷ്വലി ഞാൻ ഷോസുമായിട്ട് ബന്ധപ്പെട്ടാണ് പല സ്ഥലങ്ങളിലും പോവാറുള്ളത്. പക്ഷെ ഫാമിലി ആയിട്ട് പോകുന്നത് വളരെ കുറവാണ്. ചാൻസ് അങ്ങനെ കിട്ടാറില്ല. കാരണം എല്ലാവർക്കും ഫ്രീ ആയിട്ടുള്ള സമയം ഒത്തുവരിക എന്നുള്ളത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫാമിലി ആയിട്ട് പോകുന്നതിന്റെ ഒരു സന്തോഷം വേറെ തന്നെയായിരുന്നു. അപ്പൊ യൂഷ്വലി ട്രക്കിങ്ങിന് ഉണ്ടോന്ന് ചോദിച്ചാൽ ഓസ്ട്രേലിയയിലും ഒക്കെ കുറെ പ്രാവശ്യം പോയ സമയത്തൊക്കെ, ഷോസ് ഇല്ലാത്ത സമയത്തൊക്കെ പല സ്ഥലത്തും പോയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് പല സ്ഥലങ്ങളും സന്ദർശിക്കുക എന്നുള്ളത്. അപ്പൊ ഈ ഫാമിലി ആയി പോയ സമയത്ത് വളരെ സ്പെഷ്യൽ. ഓരോ വലിയിലൊക്കെ പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, വളരെ ഹോസ്പിറ്റാലിറ്റി ഉള്ള, നമ്മളെ വളരെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കാൻ നിൽക്കുന്ന കാശ്മീരികളെയൊക്കെയാണ് അവിടെ കാണാൻ കഴിയുക എന്ന് വായിച്ചു കേട്ടിട്ടുണ്ട്. ഞാൻ ഈ ഓരോവിലി പോയിട്ടില്ല. പോകാനായിട്ടൊരു പ്ലാൻ ഇട്ടിരുന്ന സമയത്താണ് ഈ അപകടം നടക്കുന്നത്. അപ്പോൾ ഈ അവിടുത്തെ അനുഭവം എങ്ങനെയായിരുന്നു? പ്രത്യേകിച്ച് അവിടുത്തെ കാശ്മീരികൾ, അവിടെയുള്ള ഒരു കാഴ്ചകൾ, അതൊക്കെ എന്തായിരുന്നു മൃദുല? ഇത് കേൾക്കുന്ന സമയത്ത് വല്ലാത്ത ഷോക്കായിട്ടുണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും. അവിടുത്തെ കാശ്മീരികളെ കുറിച്ച് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അവര് വളരെ നിഷ്കളങ്കരായിട്ടുള്ള ആളുകളാണ്. പക്ഷെ കച്ചവടക്കാരെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് അവര് കുറച്ച്, ഇപ്പൊ നമ്മളൊരു 1000 രൂപയുടെ സാധനമാണെങ്കിൽ അവര് 3000 രൂപ നമ്മളെടുത്ത് പറയും. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് തട്ടിപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാൽ പോലും ഓവറോൾ കാശ്മീരുകളെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് അങ്ങനെ ഭയങ്കര ഒരു ഭീകര അങ്ങനെ ഉള്ള ആൾക്കാരൊന്നുമല്ല. വളരെ പാവങ്ങളായിട്ടുള്ള ആളുകളാണ്. എനിക്ക് തോന്നുന്നു ജീവിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു തത്രപ്പാടിലാണ്. അങ്ങനെ മാത്രമല്ല സീസൺ വളരെ കുറച്ചേ ഉണ്ടാവൂ, മിക്കവാറും മഞ്ഞിലായിരിക്കും. ഈ പോയ സ്ഥലത്ത് സ്നോ ഒക്കെ ഉണ്ടായിരുന്നോ? ചന്ദൻവാരിയിലും അതേപോലെ ഓരോ വലിയിലും? ചന്ദൻവാരിയിലൊക്കെ നല്ല സ്നോ ഉണ്ടായിരുന്നു. സ്നോയിലൊക്കെ കളിച്ചു നമ്മളെല്ലാരും. പിന്നെ കുട്ടികളും അടങ്ങുന്ന ഒരു സംഘമായിരുന്നു ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത്. അപ്പം എല്ലാവരും, പ്രത്യേകിച്ച് കുട്ടികൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. നിങ്ങൾ ഈ യാത്ര ചെയ്യുന്ന ഒരു സമയത്തും, ഇപ്പോൾ ശ്രീനഗറിൽ നിന്ന് പഹൽഗാമിലേക്ക് പോകുമ്പോഴും പഹൽഗാമിൽ നിന്ന് ഈ വാലികളിലേക്കൊക്കെ പോകുന്ന സമയത്തൊന്നും ഈ ഇങ്ങനെ ഒരു ടെററിസ്റ്റ് അറ്റാക്കിനെ കുറിച്ച് സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ലല്ലോ അല്ലേ? തീർച്ചയായിട്ടും സ്വപ്നത്തിൽ പോലും ചിന്തിച്ചില്ല. കാരണം കാശ്മീരിലേക്ക് ട്രിപ്പ് പോവാന്ന് പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഞാനിങ്ങനെ ചെറിയൊരു, നമുക്ക് എല്ലാവർക്കും അറിയാലോ, പണ്ട് ഒരുപാട് അറ്റാക്കുകളും പ്രശ്നങ്ങളും കലാപങ്ങളും ഒക്കെ നടന്നിട്ടുള്ള ഒരു നാടാണ്. പക്ഷെ എന്നാൽ പോലും നമ്മൾ ഒരുപാട് ടൂറിസ്റ്റുകൾ അവിടെ പോയി സേഫ് ആയിട്ട് തിരിച്ചു വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാലോ. അപ്പോൾ പിന്നെ ചോദിച്ച സമയത്തും വളരെ സേഫാണ്. ഇപ്പോൾ എല്ലാവരും പോകുന്നുണ്ട്, ധൈര്യമായിട്ട് പോവാം എന്നുള്ളൊരു വിവരമാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പം ധൈര്യമായിട്ട് വളരെ സന്തോഷത്തോടു കൂടിയാണ് പോയത്. അപ്പൊ തിരിച്ചു വന്നപ്പോ പിറ്റേ ദിവസം തന്നെ ഇങ്ങനത്തെ ഒരു ഷോക്കിംഗ് ന്യൂസ് എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പോലും പറ്റാത്ത, ഒരു ചെറിയ ഒരു അപകടം അല്ല, ചെറിയൊരു അറ്റാക്ക് പോലും അല്ല, വലിയൊരു വ്യാപ്തി ഉണ്ട് ഇതിന് എന്നുള്ളതാണ്
വളരെ ഷോക്കിംഗ് ആയിട്ടുള്ളൊരു ഓക്കെ, കാര്യം. എന്തായാലും ഇനിയും നമുക്ക് സമയം കിട്ടുന്ന സമയത്ത് ഇപ്പോൾ യാത്ര ചെയ്യാൻ കഴിയാതെ പോയ ഈ ബൈസരൻ വാലിയിലേക്ക് പോകണം കേട്ടോ മൃദുല. ഇനി നമുക്ക് ഇവരെയൊക്കെ പരാജയപ്പെടുത്താൻ കഴിയുക ഈ കാശ്മീരൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സന്ദർശിച്ചു കൊണ്ടിരിക്കുക, അവിടെയുള്ള മനുഷ്യർക്ക് നമ്മൾ പൂർണ്ണ പിന്തുണ കൊടുക്കുക എന്നുള്ളതാണ്. എന്തായാലും മക്കളൊക്കെ കുട്ടി ഉണ്ടായിരുന്നു അല്ലേ മൃദുലയ്ക്കൊപ്പം? മോളുണ്ടായിരുന്നു, മൈത്രി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളുടെ മൈത്രി 4 ഫാമിലീസ് ഈ ട്രക്കിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് നടന്നൊക്കെ കയറിക്കോളൂ, മടിയുണ്ടോ? ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക് ട്രക്കിംഗ് എന്ന് പറഞ്ഞാൽ. സ്നോയിൽ കളിക്കുക എന്ന് പറയുന്നത് വലിയൊരു ആഗ്രഹമുള്ള കാര്യമായിരുന്നു അവൾക്ക്. കുറെ നാളത്തെ ഒരു ആഗ്രഹമാണ് ഇപ്പം സാധിച്ചത്. അവള് വലിയ നന്നായിട്ട് നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്തു. ഓക്കെ, താങ്ക് യു മൃദുല. എന്തായാലും ഒരു ഷോക്ക് ഉണ്ടാവും എന്ന് എനിക്കറിയാം, പെട്ടെന്ന് തിരിച്ചു വരുമ്പോഴാണല്ലോ ആ വാർത്ത കേൾക്കുക. താങ്ക് യു, താങ്ക്സ് എ ലോട്ട്. മൃദുലയാണ് നമുക്കൊപ്പം ചേർന്നത്. മൃദുല പറഞ്ഞതുപോലെ ആ സ്ഥലങ്ങളൊക്കെ ഒന്ന് പോയി കാണാൻ ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തോന്നുന്നുണ്ടാവില്ലേ? തീർച്ചയായിട്ടും പോകണം. അവിടെ സുരക്ഷാ പ്രശ്നങ്ങളൊന്നും ഇനി ഉണ്ടാവില്ല. അവിടെ കൂടുതൽ കർശനമായ ഒരു സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ആ ഭാഗങ്ങളിൽ ഉണ്ടാവും, അക്കാര്യത്തിലൊന്നും സംശയം വേണ്ട. ഇത് കഴിഞ്ഞ പതിറ്റാണ്ടുകൾ 3 പതിറ്റാണ്ടുകളായി നമ്മൾ പഹൽഗാമിൽ ഇങ്ങനൊരു ആക്രമണമൊന്നും കേട്ടിട്ടേയില്ല. 2000 ബിൽ ക്ലിൻ്റൺ വരുന്ന സമയത്താണല്ലോ മറ്റൊരു ആക്രമണം ഉണ്ടാവുന്നത്. അവിടെ 34ഓളം സിഖ് മനുഷ്യരെ അവർ കൊണ്ടുപോകുന്നതും തടവിലാക്കുന്നതും വധിക്കുന്നതും. പക്ഷേ അതിനുശേഷം കാര്യമായ ആക്രമണമൊന്നും ഈ മേഖലകളിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അവിടെയാണ് ഇപ്പോൾ ഒരു വളരെ പ്രധാനപ്പെട്ട അവരുടെ ലക്ഷ്യം ഒന്നേ ഉള്ളൂ: കാശ്മീരിനെ തളർത്തണം, അവിടുത്തെ സമാധാനം ഉണ്ടാവരുത്, അവിടുത്തെ കച്ചവടം നശിപ്പിക്കണം, അവിടുത്തെ ടൂറിസം ഇല്ലാതാക്കണം, അവിടുത്തെ ജനങ്ങളെ അസമാധാനത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുപോകണം. നടക്കില്ല എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ.